ഹായ് ഹോൾ, വെൽക്കം ടു ഡോപ്പ ക്ലാസ്. റംഷി സാറാണ്, ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്നാണ്. അപ്പോൾ നമുക്കിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ അടുത്ത 7-ാം തീയതി നിങ്ങൾ എഴുതാൻ പോകുന്ന മാത്സ് എക്സാമിനെ കുറിച്ച് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫിസിക്സ് എക്സാം എഴുതി വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത് എനിക്കറിയാം, കാരണം ഫിസിക്സ് എക്സാം ഈസി ആയിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വരാൻ പോകുന്നത് മാത്സിൻ്റെ എക്സാമാണ്. അപ്പോൾ മാത്സിൻ്റെ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ആ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ഓരോ ചാപ്റ്ററിൽ നിന്നും ഇന്ന സെക്ഷന്, ഇപ്പോൾ എല്ലാ സെക്ഷനും നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, എന്നാൽ അതിലേറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഈ പോയിൻ്റ് നോക്കാതെ പോവരുത്. ഓക്കെ, അങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഓരോ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസും, ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായാലും ആവറേജ് പഠിക്കുന്നവരായാലും ബിലോ ആവറേജ് ആയാലും ഏത് ലെവലിലുള്ള കുട്ടികളാണെങ്കിൽ കൂടിയും എങ്ങനെ വേണം നമ്മൾ ഓരോ ചാപ്റ്ററും പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഷോർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് മൊത്തം 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജും കാര്യങ്ങളും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഐഡിയ ബേസ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏത് ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ വന്നിരിക്കുന്നത്, ഏതാണ് കുറവ്. അപ്പോൾ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം, ആ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ നടത്തണം എന്നുള്ളതാണ്. അപ്പം ഓരോ പലതരത്തിലുള്ള കാറ്റഗറി കുട്ടികൾ, ഇപ്പം +1 പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അഗ്രിഗേറ്റ് സ്കോറാണല്ലോ നമുക്ക് +2 നോക്കുക. അപ്പോൾ നിങ്ങൾ ഡബിൾ പാസ് ആയവരുണ്ടാവും, മിക്കവാറും ആളുകളും ഡബിൾ പാസ് ആയവരാണെന്ന് നമുക്കറിയാം. ഇനി ആരെങ്കിലും ആയിട്ടില്ലെങ്കിൽ അവർക്ക് ഡബിൾ പാസ് ആവണം. അതല്ലെങ്കിൽ എന്താണ്, ഫസ്റ്റ് ചാൻസിൽ ഇപ്പോൾ A+ എത്തിയിട്ടില്ല, അപ്പം നല്ല രീതിയിൽ +2 സ്കോർ ചെയ്താലേ A+ലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ Aയിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ഗ്രേഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പം കൺസിസ്റ്റിംഗ് ആയിട്ട് A+ നിൽക്കുന്നവർക്ക് തന്നെ അത് കുറഞ്ഞു പോകാതിരിക്കാൻ +2 നിന്നും A+ തന്നെ, അല്ലെങ്കിൽ 90% തന്നെ മാർക്ക് സ്കോർ ചെയ്താലേ A+ലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെയിറ്റേജിലേക്ക് ഒന്ന് പോവാം. ഇപ്പം ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്, അതിൽ നിന്നും 7 മാർക്കിൻ്റെ ചോദ്യമാണ് മോഡലിന് വന്നിരിക്കുന്നത്. അപ്പോൾ 7 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഒരു 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും, അങ്ങനെ 3+4 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററും അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ വെയിറ്റേജ് ചോദിച്ചിരിക്കുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന് ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നിന്നും 3 മാർക്കിനാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ വളരെ കുറഞ്ഞ ചാപ്റ്ററായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഭാഗത്ത് നിന്ന് 4 മാർക്കിനെ മോഡലിന് ചോദിച്ചിട്ടുള്ളൂ. ഒരു 4 മാർക്ക് സെക്ഷനിലെ ഒറ്റ ക്വസ്റ്റ്യന് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, ഡിഫറൻഷ്യൽ ഇക്വേഷന് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം 9 മാർക്കിൻ്റെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും. അപ്പോൾ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനുമാണ് ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. 6 മാർക്കിൻ്റെ സെക്ഷന് ഇൻ്റഗ്രേഷനുണ്ട്, ഡിഫറൻസിയേഷനുണ്ട്, അതേപോലെ തന്നെ 3 മാർക്കിൻ്റെ സെക്ഷനും വന്നിട്ടുണ്ട്. അങ്ങനെ 6+3 9 മാർക്കിനാണ് അവിടെ നിന്ന് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വെയിറ്റേജ് ഉള്ളത്. ബാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും 7 മാർക്കിൻ്റെ ആയിട്ട് വന്നിരിക്കുന്ന റിലേഷൻ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, മെട്രിക്സ് 7 മാർക്കാണ്, ഡിറ്റർമിനൻറ്റ് 6 മാർക്കാണ്. അത് നമ്മൾ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് നോക്കിയാൽ മതി. മെട്രിക്സും ഡിറ്റർമിനൻറ്റും കൂടി 13 മാർക്ക് എന്ന് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വേരിയേഷൻ ചിലപ്പോൾ ഉണ്ടാവേക്കാം. ചിലപ്പോൾ ഡിറ്റർമിനൻറ്റിന് കൂടുതൽ ചോദിക്കുമ്പോൾ മെട്രിക്സ് കുറച്ചേക്കാം. അപ്പോൾ ഡിറ്റർമിനൻറ്റും മെട്രിക്സും കൂടി ഒരു 13 മാർക്കിന് അവർ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് 7 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മെജോറിറ്റി മുന്നേ നമ്മൾ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആയിരുന്നു, പക്ഷേ 2 ടോപ്പിക്ക് ഡിലീറ്റഡ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് 7 മാർക്കിനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പോലെ തന്നെയായിരുന്നു ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്നും 3 മാർക്കിൻ്റെ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതും ഒരു ചെറിയ ചാപ്റ്റർ ആണെന്ന് നമുക്കറിയാം, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ,
പിന്നെ നമുക്ക് കാണുന്നത് വെക്റ്റർ അൽജിബ്ര 7 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രോബബിലിറ്റിയും 7 മാർക്കിനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ള ചാപ്റ്ററാണ്. ലീനിയർ പ്രോഗ്രാമിംഗിൽ നിന്ന് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരൊറ്റ ചോദ്യത്തിനുള്ള ഒരു ഓപ്ഷനെ ലീനിയർ പ്രോഗ്രാമിങ്ങിലുള്ളൂ. അതിൽ നിന്നും ആ ഒറ്റ ക്വസ്റ്റ്യൻ അതിന് 6 മാർക്ക്. ഓക്കെ, അങ്ങനെയാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജുകൾ ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് മോഡൽ എക്സാമിന് ആ ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ് എന്നുള്ളത് നന്നായിട്ട് നോക്കണം. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ കുറച്ച് വീക്കായ കുട്ടിയാണെന്ന് വിചാരിക്കാം. കുറച്ച് വീക്കായ കുട്ടിയാവുമ്പോൾ അവന് ചിലപ്പോൾ ഓൾറെഡി +1 ഡബിൾ പാസ് 36 മാർക്ക് എന്നുള്ളത് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ഒരു പക്ഷേ ഒരു 10 മാർക്കോ അല്ലെങ്കിൽ ഒരു 6 മാർക്കോ അല്ലെങ്കിൽ ഒരു 15 മാർക്കൊക്കെ വേണ്ടി വരും +1 കുറഞ്ഞതുകൊണ്ട് അവർക്ക് അറ്റ്ലീസ്റ്റ് പാസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യാനാണ്, മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യുന്ന ചാപ്റ്റേഴ്സുകളാണ്. അതിൽ അവർ ഇപ്പോൾ നമുക്ക് നോക്കാം, ഈ മെട്രിക്സും ഡിറ്റർമിനൻറ്റും നമുക്കറിയാം. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ് ഏതൊരു കുട്ടിക്കും ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണത്. ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ നിന്നും നല്ല സ്കോറും വാങ്ങാൻ പറ്റും. നിങ്ങൾ നോക്കി നോക്ക്, 7+6 13 മാർക്കിൻ്റെ വെയിറ്റേജ് അവിടെ നിന്ന് വരുന്നുണ്ട്. 13 മാർക്ക് അതിൽ നിന്ന് ചോദിക്കും എന്നാണ് പറയുന്നത്. ഈ 13 മാർക്കിന് മെട്രിക്സ് നിന്നും ഡിറ്റർമിനൻറ്റിനും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു 5-6 മാർക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് വേണ്ട കുട്ടിക്ക്, അഗ്രിഗേറ്റ് വേണ്ട കുട്ടിക്ക് ഈ ചാപ്റ്റർ തന്നെ ധാരാളമാണ്. ഇതൊന്ന് വൃത്തിയിൽ എഴുതിയാൽ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ 13 മാർക്ക് നിങ്ങൾക്ക് അന്ന് കിട്ടും. മനസ്സിലായോ? അതേപോലെ തന്നെ ഇവിടെ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നിന്ന് ഒരു 6 മാർക്ക് കൂടി കിട്ടിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്ക്. ആ 13+6 19 മാർക്കായി. ഓക്കെ, 19 മാർക്കിലേക്ക് എത്തി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീക്കായ സ്റ്റുഡൻസുകൾ, മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് മാത്സിന് കുറച്ച് ബാക്കോട്ടുള്ള കുട്ടികൾ, അവർ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അവർ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലത്തെ ഈസി ചാപ്റ്ററിൽ നിന്നും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതിൻ്റെ സബ് ടോപ്പിക് എടുക്കുമ്പോൾ ഏതൊക്കെ പാർട്ട് ശ്രദ്ധിക്കണം എന്ന് പറയും. അതിന് മുന്നേ നിങ്ങൾ ആദ്യം തന്നെ അന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഈസി ചാപ്റ്ററുകളാണ് മെട്രിക്സ്, ഡിറ്റർമിനൻറ്റ്, അതേപോലെ LPP. പിന്നെ നോക്കേണ്ടത് വെക്റ്റർ അൽജിബ്രയാണ്. വെക്റ്റർ അൽജിബ്രക്ക് നല്ല വെയിറ്റേജ് ഉണ്ട്, 7 മാർക്ക്. നമുക്ക് വലിയ ഫോർമുലകളോ കാര്യങ്ങളോ ഒന്നും പഠിക്കാത്ത, ഓൾറെഡി നിങ്ങൾ +1 ഫിസിക്സിൽ ഓൾറെഡി കുറച്ച് തിയറിയൊക്കെ അറിയുന്ന, നമ്മൾ വീണ്ടും +2 പഠിച്ച ഒരു ഈസി ചാപ്റ്ററാണ് വെക്റ്റർ. അതിൽ നിന്ന് 7 മാർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിൽ നിന്ന് 7 മാർക്ക് കൂടി കൂട്ടുമ്പോൾ 26 മാർക്കോളം എന്താണ് ഈസി ആയിട്ട് കിട്ടും നമുക്ക്. ഓക്കെ, +2 മാത്സ് കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടിയും അവിടെ നിന്ന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ഇതുപോലത്തെ ചാപ്റ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഓരോരോ ടോപ്പിക്സ് പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ ദി ഫസ്റ്റ് ചാപ്റ്റർ, റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റുകൾ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് റിഫ്ലെക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ റിലേഷൻ ഫംഗ്ഷൻ നിന്നും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, നോ ഡൗട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എവിടെ നിന്ന് വരും, റിഫ്ലെക്സീവ് നിന്നും സിമ്മട്രിക് നിന്നും ട്രാൻസിറ്റീവ് നിന്നും വരും. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ആ സെക്ഷൻ നന്നായിട്ടൊന്ന് നോക്കുക. ഈക്വാലൻസ് റിലേഷൻസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഓക്കെ, അതേപോലെ തന്നെ 1 ആൻഡ് on2 ഫംഗ്ഷൻ, രണ്ടാമത്തെ സെക്ഷൻ. റിലേഷൻ ഫംഗ്ഷൻ ചെറിയ ചാപ്റ്റർ ആണെങ്കിലും നല്ല കോൺസെപ്റ്റ് ഉള്ള ചാപ്റ്റർ ആണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ചൊരു ബോറിംഗ് ആണ് എന്നുള്ളത്, നമ്മൾ പഠിക്കാനും കുറച്ച് ബോറിംഗ് ആണെങ്കിൽ കൂടിയും മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസി ചാപ്റ്റർ ആണ്. അപ്പോൾ 1 ആൻഡ് on2 ഫംഗ്ഷൻ്റെ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ, ഈ രണ്ട് ഭാഗത്തുനിന്ന് തന്നെയാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് അവിടുന്ന് മൂന്നാമത് വരുന്നത്. അത് ശരിക്ക് അതിൻ്റെ മെയിൻ ടോപ്പിക്കൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും ചെറിയൊരു പോർഷൻ അവിടെ വെച്ചത് കൊണ്ട് അതിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇൻവേഴ്സ് ഫംഗ്ഷൻ ആക്ച്വലി ഡിലീറ്റഡ് ആണെങ്കിൽ കൂടി മോഡൽ എക്സാമിന് അവരൊരു ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് ഇട്ടിട്ടുണ്ട്, ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മോഡൽ പരീക്ഷയ്ക്ക് അത് ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. അതും ഈ പറഞ്ഞതിലോട്ട് ഡിലീറ്റഡ് ആണ്, ടോപ്പിക്ക് NCERT ബുക്കിൽ കാണുന്നില്ലെങ്കിലും അതിലെ ചെറിയൊരു ഇൻവേഴ്സിൻ്റെ തിയറി സെക്ഷൻസ് അവിടെ ചെറുങ്ങനെ അവരൊന്ന് മെൻഷൻ ചെയ്യുന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെറുങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അതിൽ നിന്ന് ആൻസറബിൾ ആയിരിക്കണം.
മോഡലിൽ ആ ക്വസ്റ്റ്യൻ അവർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സെക്ഷനും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇത്രയും ടോപ്പിക്കാണ് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഇത്രയും സെക്ഷൻ റിലേഷൻ ആൻഡ് ഫങ്ഷൻ നിന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന് ഒരു കുട്ടി ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ട പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് വാല്യൂസ്, ട്രിഗണോമെട്രിയുടെ ബേസിക് വാല്യൂസ് അറിയണം. ഇത് അറിയാണ്ട് പിന്നെ അതിലേക്ക് പോയിട്ട് കാര്യമില്ല. നമ്മൾ 10ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ് ബേസിക് വാല്യൂസിൻ്റെ കാര്യം. അപ്പോൾ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, ഓക്കെ, 90 ഡിഗ്രി, ഇതിൻ്റെയൊക്കെ സൈനും കോസും ടാനും അതിൻ്റെ റെസിപ്രോക്കൽസും നന്നായിട്ട് അറിയണം. അത് ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ്. ബേസിക്കലി അത് നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നിങ്ങളടുത്ത് കാൽക്കുലേറ്റർ ഉണ്ട്, അതിൽ വാല്യൂസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഹെൽപ്പൊക്കെ നേടാം. എങ്ങനെയാണെങ്കിലും 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രിയുടെ സൈന് കോസ് ടാൻ ഇതറിയാതെ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുന്ന കാര്യമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ സാധനം. ഇവിടുന്ന് ഒരു ചോദ്യം എന്തായാലും വരും. മോഡൽ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. മോഡൽ പരീക്ഷയ്ക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്നുള്ളൊരു സാധനമാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള സൈൻ ഇൻവേഴ്സ് ഓഫ് സൈനോ അല്ലെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസോ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാനോ അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽസോ ഏത് ചോദിച്ചാലും നിങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പഠിക്കണം. ഇവിടെ നമുക്കറിയാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് കിട്ടണമെങ്കിൽ, ഈ സാധനം എക്സ് ആയിട്ട് വരണമെങ്കിൽ ഇവിടെയുള്ള വാല്യൂ എന്തായിരിക്കണം, -π/2ൻ്റെയും π/2ൻ്റെയും ഇടയിലായിരിക്കണം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് സൈൻ ഇൻവേഴ്സിൻ്റെ കേസ്, അതേപോലെ കോസ് ഇൻവേഴ്സിന് 0 to π ആണെന്നും ടാൻ ഇൻവേഴ്സിന് ഓപ്പൺ ബ്രാക്കറ്റ് -π/2 to π/2 ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഓർത്തിരുന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വാല്യൂ ഒരിക്കലും ആ ഇൻ്റർവെൽ ഉള്ളതല്ല ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്താക്കണം, അത് ഇൻ്റർവെല്ലിലേക്ക് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയിട്ട് വേണം നമുക്ക് ഈ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൽ വരുന്ന മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതി വെച്ചത് നെഗറ്റീവ് ഓഫ് എന്താണ്, നെഗറ്റീവ് ആംഗിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണുമ്പോൾ അവിടെ നിന്നൊക്കെ അധികവും ഇതുപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് സംതിങ് വരും. ഓക്കെ, -1/2 അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് -√3/2 ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നെഗറ്റീവിൻ്റെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൈനസ് നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ സൈൻ ഇൻവേഴ്സിനും കൊസീക്ക് ഇൻവേഴ്സിനും ടാൻ ഇൻവേഴ്സിനും മൈനസ് നേരെ പുറത്തേക്ക് എടുക്കാമെന്നും കോസിനും കോട്ടിനും സീക്കിനും π- ആണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് വെക്കണം. അതാണ് ഞാനിവിടെ മൂന്നാമത് നോട്ട് ചെയ്ത് വെച്ച നെഗറ്റീവ് ആംഗിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മൾ പ്രീവിയസ് ഇയറിലൊക്കെ നോക്കുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു സെക്ഷന്. ഇത് കൂടാതെ ആ ചാപ്റ്ററിൽ നമുക്കറിയാം പലപ്പോഴും സിംപ്ലിഫൈ എന്നും പറഞ്ഞിട്ടും പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. ആ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പോയിന്റുകൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ ദി തേർഡ് ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമുക്കറിയാം മെട്രിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ് മെട്രിക്സ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മെട്രിക്സ് എന്ന്. അപ്പോൾ മെട്രിക്സ് ഒന്നും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഞാൻ ഇവിടെ ഒന്നാമത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, മെട്രിക്സ് എന്ന് കേൾക്കുമ്പോൾ അവിടെ വരേണ്ടതാണ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സസ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് എന്തായാലും ചോദ്യം ചോദിക്കും. നല്ല വൃത്തിയിൽ എഴുതുക. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ കുട്ടികളോട് എങ്ങനെ എഴുതണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ എഴുതുക. സിമ്മട്രി ആൻഡ് സ്ക്യൂ സിമ്മട്രിയുടെ ചോദ്യം മിക്കവാറും ചോദിക്കുക. മോഡലിൽ ചോദിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ റൈറ്റ് എ മെട്രിക്സ് ആസ് എ സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്നാണ്. അപ്പോൾ അത് എഴുതേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ പാറ്റേൺ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക. സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക് ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അത് മിക്കവാറും ചോദിക്കും. ഓക്കെ, രണ്ടാമത് ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ്. ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്ന വേറൊരു സെക്ഷനാണ് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ്. രണ്ട് മെട്രിക്സിൻ്റെ എന്താണ്
ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ആ സെക്ഷനിൽ നിങ്ങൾ ഒരുപക്ഷെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 അതിൽ കൂടുതലോ ഇക്വേഷൻസ് ഒക്കെ തരും. അത് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. റൈറ്റ് സൈഡിലും ഒരു മെട്രിക്സ് ഉണ്ടായിരിക്കും. അവസാന സെക്ഷനിൽ ഒരു മെട്രിക്സ് ഈക്വൽ ടു അനദർ മെട്രിക്സ് എന്ന രൂപത്തിലേക്ക് വരും. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ത് ചെയ്യേണ്ടി വരും? ഇക്വേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഞാൻ ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്ന സെക്ഷൻ പറഞ്ഞത്. ഇവിടുന്ന് 2 സ്ഥലത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം മെട്രിക്സ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ കുട്ടികൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ് പ്രോഡക്റ്റ്. അപ്പോൾ അഡീഷനും സബ്സ്ട്രാക്ഷനും ഈസിയാണെന്ന് നമുക്കറിയാം. പ്രൊഡക്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദി മെട്രിക്സ് നന്നായിട്ട് പഠിക്കുക. അത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കേണ്ടി വരും. അപ്പം പ്രൊഡക്റ്റ് ഓഫ് ദി മെട്രിക്സസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, എനെ ബി കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചെയ്യാൻ തന്നാൽ നമുക്കറിയാം മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻസ്. എ എന്ന് പറയുന്നതിൻ്റെ ഓർഡർ m/n ആണെങ്കിൽ ബിയുടെ ഓർഡർ n/n എന്ന് പറഞ്ഞിട്ട് തന്നെ വരണം അല്ലേ? ഇതിൻ്റെ നമ്പർ ഓഫ് കോളംസ്, ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കണം നമുക്കറിയാം. അതെല്ലാക്കാൾ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിൻ്റെ ഓർഡർ എന്തായിരിക്കും നമുക്കറിയാം. അത് m/p എന്നായിരിക്കും. അപ്പോൾ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ മനസ്സിലാക്കിയിട്ട് വേണം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. എങ്കിലേ നമുക്ക് കിട്ടുന്ന ആൻസർ ശരിയാകൂ എന്ന് ഉറപ്പുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ആവറേജ് ബിലോ ആവറേജ് സ്റ്റുഡൻസ് ഈ മൾട്ടിപ്ലിക്കേഷൻ ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കണം, തെറ്റ് വരുത്താൻ പാടില്ല. സോ മൾട്ടിപ്ലിക്കേഷൻ, ഈ പ്രൊഡക്റ്റ് ഓഫ് ദി മെട്രിക്സ് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ് നമ്മളെ ഫസ്റ്റ് ടോപ്പിക്കിൽ വരുന്നത് തന്നെയാണ്. ഞാനത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി കൺസ്ട്രക്ഷൻ ഓഫ് ദി മെട്രിക്സസ് ഏത് കുട്ടിക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ ഒരു ഓർഡർ നമുക്ക് തരും, 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ ജനറൽ ഇക്വേഷൻ ആയിട്ട് Aij ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഐയിലും ജെയിലും പെട്ട ഒരു ഇക്വേഷൻ നമുക്ക് തരും. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളോട് ഒരു 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം അതിൻ്റെ ജനറൽ ഫോം എഴുതുക. എന്നിട്ട് ആ ജനറൽ ഫോമിൽ A11, A12, A13 ഒക്കെ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഈ Aijൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ എലമെൻറ്റും കണ്ടുപിടിച്ച് മെട്രിക്സ് ആക്കിയിട്ട് എഴുതുക എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സാധനവും ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം. ഇതൊക്കെയാണ് മെട്രിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഈ സെക്ഷനൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുമെന്ന് ഉറപ്പ് വരുത്തണം. ഷുവർ ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് മെട്രിക്സ് എന്നുള്ള ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 4ാമത്തെ ചാപ്റ്റർ ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് എന്നുള്ള ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്നുള്ളതാണ് ഒന്നാമത്തത്. അപ്പോൾ ഇത് ഉറപ്പാണ്, ഷുവർ ക്വസ്റ്റ്യൻ എന്ന് നമുക്കറിയാം. 100% തന്നെ നമുക്ക് പറയാം. ഒരു സിസ്റ്റം ഓഫ് സൊല്യൂഷൻസ് വരുമ്പോൾ മോഡലിൽ നമുക്ക് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിലും വൈയിലും സെഡിലുമുള്ള ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വരും. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യണം, ഇത് അറിയാത്ത കുട്ടികൾ ആരും ഉണ്ടാവില്ല. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ. അറിയാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്. ഡിറ്റർമിനൻ്റ് ചാപ്റ്റർ റിവിഷൻ നടത്തുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മിനിമം ഒരു 3-4 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് പഠിച്ചിരിക്കുന്നു ഉറപ്പ് വരുത്തണം. ഓക്കെ, അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ. കുട്ടികൾ അധികം ശ്രദ്ധിക്കാത്തൊരു സെക്ഷനാണ് രണ്ടാമത്തത്, ഏരിയ ഓഫ് ട്രയാങ്കിൾ. പക്ഷേ റീസൺലി എക്സ്പെഷ്യലി ആഫ്റ്റർ കൊറോണ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ സെക്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് തന്നെയാണ് സാധാരണ രീതിയിൽ നമുക്ക് ചോദിക്കാറ്. ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഒറ്റ ലാസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റിന് ചോദിച്ച ഒരു ചോദ്യം മാത്രമേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ഒരു 4 ടൈപ്പ്, ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ഡയറക്റ്റ് കാണാൻ, അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ, അതും അല്ലെങ്കിൽ ഷോ ദാറ്റ് ദി 3 പോയിന്റ്സ് ആർ കൊളീനിയർ, അതും അല്ലെങ്കിൽ റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ യൂസിങ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ സെക്ഷൻ. ഇങ്ങനെ ഉള്ള 4 ക്വസ്റ്റ്യനുകളാണ് ഇതിൽ നിന്ന് വരിക. 4ഉം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ഒന്ന് ആ ഭാഗം ശ്രദ്ധിച്ചേക്കുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടോപ്പിക്ക് ഈ ഡിറ്റർമിനന്റിൻ്റെ അഡ്ജോയിൻ്റെയൊക്കെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഡിറ്റർമിനൻ്റെയും അഡ്ജോയിൻ്റെയും പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നൊക്കെ കുറേ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഡിറ്റർമിനൻ്റ് ഓഫ് കെ എ ഇസ് ഈക്വൽ ടു നമുക്കറിയാം കെ റേസ് ടു എൻ ഡിറ്റർമിനൻ്റ് എ നമ്മൾ പഠിച്ച ഒരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ,
അപ്പോൾ ഇത് വെച്ചിട്ട് അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ, അതാണ് ഞാൻ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞത്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ദ ഹോൾ റേസ് ടു n-1. ഇവിടെ n എന്ന് പറയുന്ന രണ്ട് സ്ഥലത്തും ഓർഡർ ഓഫ് ദി മെട്രിക്സ് ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്, MCQ ടൈപ്പിലും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും ഒന്ന് ചെയ്ത് പഠിക്കണം. ഇതൊക്കെയാണ് ഡിറ്റർമിനന്റിന്റെ ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ. അപ്പം ഈ ഒന്നാമത്തെ ടോപ്പിക് ഞാൻ ഒന്നുകൂടി പറയാം, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അത് വിട്ട് കളയേ ചെയ്യരുത്, 100% ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. ഓക്കെ, ഇത്രയുമാണ് ഡിറ്റർമിനന്റ് എന്ന് പറയാനുള്ളത്. സോ നമുക്ക് അഞ്ചാമത്തെ ചാപ്റ്റർ ആയ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലോട്ട് പോവാം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചോദ്യം നോക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ടിന്യൂറ്റി സെക്ഷനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു ചോദ്യവും കണ്ടിന്യൂറ്റി ഭാഗത്ത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് കെയുടെ വാല്യൂ അല്ലെങ്കിൽ എൻ്റെയും ബിൻ്റെയും വാല്യൂ കാണാൻ ഉള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഈസി ആണെന്ന് ചോദിച്ചാൽ ഈസി തന്നെയാണ്, എന്നാൽ അത്ര ഈസി അല്ല. അപ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ചെയ്ത് പഠിക്കണം. നമുക്കറിയാം ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. 9 മാർക്കിനാണ് മോഡലിന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് അവിടുന്ന് മോഡലിന് ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ്ഡ് കണ്ടിന്യൂറ്റി ആണ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷേങ്കിൽ ആ ബോർഡിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ അല്ലെങ്കിൽ എ ആൻഡ് ബി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെയുള്ള ഡിഫറൻസിയേഷൻ്റെ സെക്ഷനാണ്. ഡിഫറൻസിയേഷന് നമുക്കറിയാം വലിയൊരു സെക്ഷൻ ആണെന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്ന ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ടത്. ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ആ ഭാഗത്തുനിന്ന് ഒന്നെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ചോദ്യം, എന്തായാലും ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. അത് ഷുവറാണ്. അത് ഉറപ്പിച്ച് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ആ മെത്തേഡ് നല്ല ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. മോഡലിനും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ പാരാമെട്രിക് ഫോം, അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റും കുറച്ചുകൂടി ഈസിയാണ്. ലോഗരിതമിക്കിനേക്കാളും എളുപ്പമുള്ള സെക്ഷനാണ് പാരാമെട്രിക് ഫോം. പാരാമെട്രിക് ഫോമും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ എഴുതി വെച്ചത് എവിടുന്ന് ചോദിക്കും നമുക്ക് ഒരിക്കലും പറയാനാവില്ല. അതിൻ്റെ നമ്മൾ ഇതുവരെ ചോദിച്ചതും ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റിയുമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ലോഗരിതമിക് എന്തായാലും പഠിക്കണം. പിന്നെ പാരാമെട്രിക് ആണ്. പിന്നെ ഇംപ്ലിസിറ്റ് ഫോം ഉണ്ട്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും ഉണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി കമ്പാരിറ്റീവ്ലി ലെസ് ചാൻസ് ആണ് ഇത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ലോഗരിതമിക് നന്നായിട്ട് ശ്രദ്ധിക്കണം, പാരാമെട്രിക്, ഇംപ്ലിസിറ്റ്, പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി. പിന്നെ നമുക്ക് കാണുന്നത് ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇത് ഞാൻ ലാസ്റ്റ് എഴുതി എന്ന് വിചാരിച്ചിട്ട് നെഗ്ലക്ട് ചെയ്യാൻ പാടില്ലാത്തൊരു സെക്ഷനാണ്. ഇവിടുന്ന് ചോദ്യം ചോദിക്കും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യം. അവിടെ തന്നെ ചോദ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമുക്ക് എക്സസൈസിൻ്റെ നമ്മൾ NCERT ബുക്കിൻ്റെ എക്സസൈസിൻ്റെ അവസാന ഭാഗത്തൊക്കെ കുറച്ച് ഷോ ദാറ്റ്, പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. ഒരു 7-8 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസുകളൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. സോൾവ് ചെയ്ത ക്വസ്റ്റ്യനും നോക്കുക, എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസും നോക്കുക. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഈ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ആ ഒരു പാട്ടും ശ്രദ്ധിക്കുക. ഇത്രയുമാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയാനുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ചാപ്റ്ററിലോട്ട് പോവാം. അടുത്ത ചാപ്റ്റർ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് ആണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവിന്ന് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അവിടെ അറിയാം നമുക്ക് അവിടെ 3 ടോപ്പിക്കാണുള്ളത്. 3 ടോപ്പിക്കിൽ നിന്ന് ആണ് ക്വസ്റ്റ്യൻ വരിക. ഒന്ന് മാക്സിമ ആൻഡ് മിനിമ, ഒന്ന് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ, പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി. 3 സബ് ടോപ്പിക് അങ്ങനെ തന്നെ ബുക്കിലുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. അവിടുന്ന് എവിടുന്ന് ചോദ്യം വരുമെന്ന് ചോദിച്ചാൽ 3 ഇമ്പോർട്ടൻ്റാണ്. പ്രത്യേകിച്ചൊന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഞാൻ മേലെ എഴുതിയത്. അതൊരു എന്താണെന്ന് പറഞ്ഞാൽ മറ്റേനൊക്കെ ഒരു 80% ആണെങ്കിൽ അതൊരു 90%. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. 3നും ഒരേപോലെ തന്നെയാണ് പ്രാധാന്യം. 3 മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട്, 4 മാർക്കിൻ്റെ ഒരു ചോദ്യം. ഇങ്ങനെയാണ് പുതിയ പാറ്റേണുകൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ചോദ്യം വരുമ്പോൾ അപ്പോൾ മിക്കവാറും മാക്സിമം മിനിമം എന്തായാലും ഉണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്ങും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി 3 ഉൾപ്പെടെയുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. 2 പാർട്ടായിട്ട് 4 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കുമ്പോൾ മിക്കവാറും ഈ 3 സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അതുകൊണ്ട് 3 പഠിക്കണം. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒന്നും സ്കിപ്പ് ചെയ്യരുത്.
നന്നായിട്ട് വൃത്തി പഠിക്കുക. അതിലിവിടെ ഞാൻ കണ്ടല്ലോ ഈ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ ഞാൻ ഫൈൻഡ് ദ ഇന്റർവെൽ, അതാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. അവിടെയൊക്കെ ട്രിഗണോമെട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, ആ സെക്ഷനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും ഈ ചാപ്റ്ററിന്. കമ്പാരിറ്റീവ്ലി ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്. എങ്കിൽ കൂടിയും നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാറ്റേൺ ഒക്കെ നോക്കി ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടായിരുന്നു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവിനെ കുറിച്ച് പറയാനുള്ളത്. സോ നമുക്കിനി പോകേണ്ടത് നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്കാണ്. സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻ്റഗ്രൽസ് അല്ലേ, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ചാപ്റ്റർ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കറിയാം വെരി ബിഗ് ചാപ്റ്റർ അല്ലേ. 7.1 മുതൽ 7.10 വരെ 10 എക്സസൈസുകളാണുള്ളത് ഇതിൽ അല്ലേ. വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ സാധാരണ നമ്മൾ മാത്സിന് വളരെ വീക്കായ കുട്ടികളോട്, ഭയങ്കര ബുദ്ധിമുട്ട് മാത്സിന് ചെയ്യുന്ന കുട്ടികളോട് നമ്മൾ പറയാറുള്ളത് ഇത് നിങ്ങൾ എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ട് പഠിക്കാനാണ് പറയുക. കാരണം ഈസി ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് അവസാനം പഠിച്ചാൽ മതി. കാരണം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇൻ്റഗ്രേഷൻ. നമുക്കത് അറിയാം, അതിൻ്റെ ഫാക്റ്റ്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ ബൈഹാർട്ട് പഠിക്കാനുണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, സ്റ്റെപ്പുകൾ കൂടുതലാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു പക്ഷേ ആ ഒരു ക്വിക്കായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സെക്ഷനാണ് ഇൻ്റഗ്രേഷൻസ്. എങ്കിൽ കൂടിയും നിങ്ങൾക്ക് അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ കരുതുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, അത് ബേസാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ 7.2 അതേപോലെ 7.3 ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് യൂസ് ചെയ്യുന്ന 2 എക്സസൈസുകളാണ്. ഈ 2 എക്സസൈസൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാനിവിടെ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് മാത്രം എഴുതിയിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇൻ്റഗ്രൽ 1 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c. അപ്പം ഈ ടൈപ്പും ഈ പ്രൊസീജിയറൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരു 6 പെർട്ടിക്കുലർ ടൈപ്സ് ഉണ്ട്. 3 1 ക്വാഡ്രാറ്റിക്കിനും 3 1 ക്വാഡ്രാറ്റിക്കിനും ഉള്ള 6 ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ക്വാഡ്രാറ്റിക് വരും, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് വരും. ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആണ് വരിക. അതിനുവേണ്ടി 6 ബൈഹാർട്ട് പഠിക്കണം. അത് എന്നിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം ഞാൻ എഴുതിയത് എന്ന് വെച്ചാൽ ഇത് നല്ല ചാൻസ് ഉണ്ട് ചോദിക്കാൻ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ആ പ്രോബ്ലംസ് പഠിക്കണം. ഓക്കെ, 1 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നല്ല ചോദ്യമാണ്. ഇപ്പോൾ മോഡലിന് ചോദിച്ചത് ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് ചാൻസ് 1 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്നാണ് നമുക്ക് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പഠിക്കാം. പിന്നെ നമുക്കുള്ളത് ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ ഭാഗത്തുനിന്ന് മോഡലിന് ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പബ്ലിക്കിനും ചോദ്യം വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് പാർഷ്യൽ ഫ്രാക്ഷൻസ്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്, ആ പാറ്റേണിൽ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷനും പഠിച്ചിരിക്കുന്ന ഉറപ്പിക്കുക. ഓക്കെ, പിന്നെ ഉള്ളത് ബൈ പാർട്സ്. അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ബൈ പാർട്സ്. ഓക്കെ, ബൈ പാർട്സ് നിന്ന് ചോദ്യം വരും, മോഡലിനും വന്നിട്ടുണ്ട്. അപ്പം ബൈ പാർട്സിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കണം. അപ്പം നമുക്കറിയാം ഇൻ്റഗ്രൽ യു വി എന്നുള്ള ഫോർമുല. ഇൻ്റഗ്രൽ യു വി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഈ സാധനം നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതിൽ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും സെലക്ട് ചെയ്യാനൊക്കെ നമുക്ക് ഷോർട്ട് കട്ടൊക്കെ നമുക്കറിയാം. ഹൈലൈറ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം ബൈ പാർട്സിൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇൻ്റഗ്രേഷൻ്റെ അവസാനത്തെ ഒരു പോയിന്റ് ആണ്. അത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. അപ്പം ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഷുവറാണ്. കാരണം ഇൻ്റഗ്രേഷൻ ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡെഫിനിറ്റിൻ്റെ ഭാഗത്തുനിന്നും എന്തായാലും ഒരു ചോദ്യം വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. നമുക്കറിയാം P0 മുതൽ P7 വരെ 8 പ്രോപ്പർട്ടി ഉണ്ട്. ആ 8 പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് ചോദ്യമാണെങ്കിലും വരാം. അപ്പോൾ പ്രത്യേകിച്ച് മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ മോഡ് x-3dx അല്ലേ, ഈ മോഡൽ ചോദ്യം. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒരു 2-3 ക്വസ്റ്റ്യൻ മോഡിൻ്റെത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഉറപ്പ് വരുത്തണം.
അപ്പം മോഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇൻ്റഗ്രൽ 0 to π/2 എന്നൊക്കെ പറഞ്ഞിട്ട് സൈൻ റേസ് ടു സംതിങ്, ഞാൻ ജനറലായിട്ട് nx എന്ന് എഴുതുന്നു, ബൈ സൈൻ റേസ് ടു nx പ്ലസ് കോസ് റേസ് ടു nx dx. ഈ ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. 0 to a എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക, ഇതൊക്കെ പഠിച്ചിരിക്കുന്ന ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇൻ്റഗ്രേഷൻ്റെ പോയിന്റുകൾ വളരെ ക്വിക്കായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ പഠിച്ചിരിക്കുന്നു ഉറപ്പിക്കുക. ഓക്കെ, ഇതാണ് ഇൻ്റഗ്രേഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ പോകുന്നത് അടുത്ത ചാപ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻ നമുക്കറിയാം 3 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ, വെയിറ്റേജ് 3 മാർക്കേ ഉള്ളൂ, ഓൺലി 1 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. എന്താണ് അവിടെ നിന്ന് ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ളത്? നമുക്കറിയാം ഏരിയ ഓഫ് സർക്കിൾ തന്നെയാണ് അല്ലേ. അപ്പോൾ മോഡലിന് ചോദിച്ചത് ഏരിയ ഓഫ് എലിപ്സ് ആയിരുന്നു. ഇതായിരുന്നു മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. അപ്പം മോഡലിന് ചോദിച്ചത് എലിപ്സ് ആണ്. അതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമിന് ചാൻസ് കൂടുതലുള്ളത് ഏരിയ ഓഫ് സർക്കിളിൻ്റെ ഒരു ചോദ്യമായിരിക്കാം. അതല്ലെങ്കിൽ നമുക്കറിയാം മിസിലേനിയസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം സാധാരണ വരാറില്ലെങ്കിലും ആപ്ലിക്കേഷൻസിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ സൈനെക്സിൻ്റെ, അതേപോലെ സൈനെക്സിൻ്റെ ഏരിയ കാണാനോ ഇന്ന പെർട്ടിക്കുലർ റീജിയൻ തന്നിട്ട് നമുക്കറിയാം ഈ ഏരിയ കണ്ടുപിടിക്കാനോ അതല്ലെങ്കിൽ കോസെക്സിൻ്റെത് കാണാനോ ഒക്കെ ഉള്ള ചോദ്യങ്ങളും അതിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അത് കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സസൈസിലുണ്ട്, ഈ സർക്കിളോ എലിപ്സോ അല്ലാതെ ചില ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ട്. അതും കൂടി ഒന്ന് നോക്കിയേക്കുക. എങ്ങനെയാണെങ്കിലും അവിടെ നിന്ന് വളരെ കുറച്ച് ഒറ്റ എക്സസൈസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഒരിക്കലും മാർക്ക് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എല്ലാവരോടും പറയുന്നതാണ്, എല്ലാവരും കാണാതെ പഠിച്ചിരിക്കേണ്ടത് ഇൻ്റഗ്രൽ ഫോർമുലയുണ്ട്. ഇൻ്റഗ്രൽ എന്താണ്? റൂട്ട് x² മൈനസ് ഇൻ്റഗ്രൽ റൂട്ട് a² മൈനസ് x² അല്ലേ. ഇൻ്റഗ്രൽ റൂട്ട് a² മൈനസ് x² dx എന്നുള്ള ഫോർമുല മറക്കാതെ കാണാതെ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. എന്താണ് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം x/2 റൂട്ട് a² മൈനസ് x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് c. ഈ ഫോർമുലയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഈ ഏരിയ ഓഫ് സർക്കിൾ ചെയ്യാനും അതേപോലെ ഏരിയ ഓഫ് എലിപ്സ് ചെയ്യാനുമൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റീസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് 9ാമത്തെ ചാപ്റ്ററായ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മുന്നേ നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ ആയിരുന്നെങ്കിൽ കുറച്ച് പോർഷൻസ് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് വെയിറ്റേജ് കുറച്ച് കുറവാണ്. മോഡൽ പരീക്ഷയ്ക്ക് 4 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓർഡർ ആൻഡ് ഡിഗ്രി ആണ്. ഓക്കെ, ഓർഡർ ആൻഡ് ഡിഗ്രി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഫൈൻഡ് ദി ഓർഡർ ആൻഡ് ഡിഗ്രി, എല്ലാവർക്കും അറിയാം, ആ ഭാഗം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തത് വെരിഫിക്കേഷൻ ആണ്. വെരിഫിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ മോഡലിന് ചോദിച്ചിട്ടുണ്ട്. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനും തരും, അതേപോലെ തന്നെ സൊല്യൂഷനും തരും. അതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഇന്നത് എന്നുള്ളത്. അതൊരു MCQ ടൈപ്പിലാണ് ബോർഡ് എക്സാമിന് മോഡലിന് ചോദിച്ചിരിക്കുന്നത്. പബ്ലിക്കിന് ചിലപ്പോൾ MCQ ആയിട്ടോ അല്ലാതെയൊക്കെ വരാം. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വരുന്ന 3 എണ്ണമാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ സൊല്യൂഷൻസ് നന്നായിട്ട് പഠിക്കുക. അതിൽ ഇന്നത് നിന്നുള്ള എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉണ്ട്, ഹോമോജീനിയസ് ഉണ്ട്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഇതിൽ നിന്നത് എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. എവിടുന്ന് വേണമെങ്കിലും അവർക്ക് ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് തന്നെ 3 പാർട്ടും നന്നായിട്ട് വൃത്തിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയുമാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഭാഗത്തുനിന്ന് ടോപ്പിക്കായിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. സോ നെക്സ്റ്റ് പോയിന്റ് വെക്ടർ അൽജിബ്രയാണ്. വെക്ടർ അൽജിബ്ര എന്ന് പറയുമ്പോൾ വെക്ടർ അൽജിബ്രയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ നന്നായിട്ട്, നമുക്കറിയാം അടുത്ത മെട്രിക്സും ഡിറ്റർമിനൻറ്റും പാർട്ട് 1 പോലെ പാർട്ട് 2 വരുന്ന ഒരു ചാപ്റ്ററാണ് വെക്ടർ അൽജിബ്ര. പിന്നെ നമുക്കറിയാം LPP ഒക്കെ ഒരു ഈസി ചാപ്റ്ററാണ്. ഒരു ആവറേജ് സ്റ്റുഡൻസിനും അല്ലെ ബിലോ ആവറേജ് സ്റ്റുഡൻസിനൊക്കെ
ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് വെക്ടർ അൽജിബ്ര. അപ്പോൾ അവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ചെയ്യാൻ അറിയണം. +1 ഫിസിക്സിലെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന സാധനം തന്നെയാണ്. അപ്പം എല്ലാവരും ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും തെറ്റാതെ ചെയ്യാൻ പഠിച്ചു വെക്കുക. അതുപയോഗിച്ചുകൊണ്ട്, അതുകൂടാതെ അതിൻ്റെ പ്രോപ്പർട്ടീസും, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ക്രോസ് പ്രൊഡക്റ്റിനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഇപ്പം A ഡോട്ട് B = 0 എന്ന് പറഞ്ഞാൽ എയും ബിയും എന്താണ്, പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അതുപോലെ തന്നെ രണ്ട് ക്രോസ് പ്രൊഡക്റ്റ് എയും ബിയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ A ക്രോസ് ബിയുടെ ഡയറക്ഷൻ ഈസ് ദ എന്താണ്, പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അത് യൂസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആൻഡ് ഏരിയ ഓഫ് പാരലോഗ്രാം ആണ്. ചോദ്യം വരും, എന്തായാലും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷൻ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് A ക്രോസ് B. എയും ബിയും അഡ്ജസന്റ് സൈഡുകൾ വരുമ്പോൾ. ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഹാഫ് ഉണ്ടാവില്ല, ജസ്റ്റ് മോഡുലസ് ഓഫ് A ക്രോസ് B. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ, അതേപോലെ ഏരിയ ഓഫ് പാരലോഗ്രാം. ഓക്കെ, പിന്നുള്ളത് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഭാഗത്താണ്. മോഡലിനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടേഴ്സ്. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടേഴ്സും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എ എന്ന് പറയുന്ന വെക്ടർ ബിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ എഴുതുക, A ഡോട്ട് B ക്യാപ് ആയിരിക്കും എന്ന് നമുക്കറിയാം. അതല്ലെങ്കിൽ A ഡോട്ട് B ബൈ മോഡുലസ് ഓഫ് B. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് അതിനെ എഴുതാം, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക, പ്രൊജക്ഷനും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയുമാണ് വെക്ടേഴ്സ് എന്നുള്ള ചാപ്റ്ററിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ഗോ ഫോർ ദി 3D. 3D വളരെ വലിയൊരു ചാപ്റ്റർ അല്ലേ. അതിൽ ഏകദേശം 3/4 ഭാഗത്തോളം അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് വളരെ കുറച്ച് ഭാഗം മാത്രം പഠിക്കാനുള്ള. മുന്നേ പാർട്ട് 2 ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ചാപ്റ്റർ ആയിരുന്നു 3D. പക്ഷേ ഇപ്പോൾ 3D ഒരു ഈസി ചാപ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 3Dയുടെ ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പം 3Dയുടെ ഭാഗത്തുനിന്ന് നോട്ട് ചെയ്യേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു, ഡയറക്ഷൻ റേഷ്യോ ആൻഡ് ഡയറക്ഷൻ കോസൈൻ. ഓക്കെ, ഈ സാധനമാണ് ആദ്യത്തെ പോയിന്റ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആ ഏരിയ ഒന്ന് പഠിക്കണം. ഡയറക്ഷൻ ആംഗിൾ എന്താണ്, അവിടുന്ന് ഡയറക്ഷൻ കൊസൈൻ എങ്ങനെ വരുന്നു, ഡയറക്ഷൻ റേഷ്യോ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പഠിക്കണം, ഡയറക്ഷൻ റേഷ്യോ ആൻഡ് ഡയറക്ഷൻ കൊസൈൻ. പിന്നെ നമ്മൾ പോകുന്നത് ഇക്വേഷൻ ഓഫ് ലൈൻസ് ആണ്. ഓക്കെ, രണ്ട് ഫോം ഉണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ 1 പോയിന്റ് ഫോമും ഉണ്ട്, 2 പോയിന്റ് ഫോമും ഉണ്ട്. അതിൻ്റെ വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും രണ്ടും ശ്രദ്ധിച്ച് പഠിച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരിക. ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്ത് നോക്കിയാൽ മതി, എക്സൈസ് ക്വസ്റ്റ്യനിൽ ചെയ്ത് പഠിക്കണം. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ് ഇതിലെ ആംഗിൾ ബിറ്റ്വീൻ ദി 2 ലൈൻസ്. ഈ ആംഗിൾ ബിറ്റ്വീൻ ദ 2 ലൈൻസിൻ്റെ ഇവിടെ അറിയാം, ഞാനൊരു പെർട്ടിക്കുലർ സെക്ഷൻ പറഞ്ഞു, കണ്ടീഷൻ ഓഫ് പെർപെൻഡിക്കുലാരിറ്റി. ഓക്കെ, അപ്പം നമ്മളോട് ചോദ്യം ചോദിക്കും, രണ്ട് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. അതല്ലെങ്കിൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കെയോ പിയോ ലാംഡയോ എന്നൊക്കെ തന്നിട്ട് സോ ദാറ്റ് ദി 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ 2 ലൈനുകൾ പെർപെൻഡിക്കുലർ ആകണമെന്നുള്ള കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. B1 ഡോട്ട് B2 ഈക്വൽ ടു 0 അല്ലേ. അതിൻ്റെ പാരലൽ വെക്ടേഴ്സ് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ 2 ലൈനുകൾ പാരലൽ ആയിരിക്കും. ആ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ സെക്ഷൻ നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ക്യൂ ലൈൻ ഒരു ഫോർമുലയുണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ ലൈനും ഒരു ഫോർമുലയുണ്ട്. സ്ക്യൂ ലൈനാണ് മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചത്, സ്ക്യൂ ലൈനുകളാണ് അതിൽ തന്നെ കാർട്ടീഷ്യൻ ഫോം തന്നിട്ടുള്ളത്. അപ്പോൾ പബ്ലിക്കിന് ഒരുപക്ഷെ സ്ക്യൂ ലൈൻ തന്നെ അവരെന്ത് ചെയ്യും, വെക്റ്റർ ഫോമിൽ ചോദിക്കാം, അതല്ലെങ്കിൽ പാരലൽ ലൈന് ചോദിക്കാം. ഓക്കെ, അപ്പം പാരലൽ ആ ഇക്വേഷൻസും പ്രോബ്ലംസും ഒക്കെ ചെയ്ത് പഠിക്കുക. ഇതാണ് 3Dയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഇനി 3D കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ലീനിയർ പ്രോഗ്രാമിംഗ്, നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ. അവിടെ നമ്മൾ പറഞ്ഞു പാർട്ട് 2 ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ. ഒറ്റ ക്വസ്റ്റ്യൻ 6 മാർക്ക്, 6 മാർക്കിൻ്റെ ഒരു ചോദ്യം, ഒരു ഗ്രാഫ് വരക്കാൻ, മാക്സിമൈസ് ആൻഡ് മിനിമൈസ് പ്രോബ്ലം. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അവിടെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോൺസ്ട്രെയിൻസ് ഇന്നിക്വാലിറ്റിയിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം, തെറ്റാതെ നല്ല വൃത്തിയിൽ, ഓക്കെ, വൃത്തിയിൽ ആദ്യം എക്സ് ആക്സും വൈ ആക്സും ഒക്കെ വരച്ചിട്ട് ആദ്യമേ സ്കെയിലിംഗ് നടത്തരുത്,
നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോൺസ്ട്രെയിൻസിൻ്റെ ടേബിളൊക്കെ വരച്ചിട്ട് അതിൽ ഡാറ്റയൊക്കെ എടുത്തിട്ട് നിങ്ങൾ അത് നോക്കിയിട്ട് വേണം ഗ്രാഫ് സെലക്ട് ചെയ്യാൻ. ചിലപ്പം 1, 2, 3 ആയിരിക്കാം, ചിലപ്പം 2, 4, 6 എന്നായിരിക്കും, അല്ലെങ്കിൽ 5, 10, 20 അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം സ്കെയിൽ എടുക്കാൻ. അതേപോലെ തന്നെ ഗ്രാഫ് വരക്കുമ്പോൾ ഒരിക്കലും ഈ പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോയിട്ട് വരക്കരുത്. സെൻട്രൽ ഭാഗത്തിലായിരിക്കണം വൈ ആക്സും അതേപോലെ എക്സ് ആക്സ് ഒക്കെ വരക്കരുത്. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ലൈന് നീട്ടി വരക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റിൽ ഇങ്ങനെ പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോയിട്ട് വൈ ആക്സ് വരച്ചാൽ ഇപ്പുറത്ത് സ്പേസ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഗ്രാഫ് വരക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയും മാറ്റിയൊക്കെ വരക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും ഗ്രാഫ് വരക്കുമ്പോൾ ആക്സിസുകൾ സെൻട്രലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരക്കുക. അതേപോലെ തന്നെ സ്കെയിലിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുക. മാക്സിമം നീറ്റായിട്ട് വരക്കുക. ഗ്രാഫിന് മാർക്കുള്ളതാണ്. അപ്പോൾ നല്ല വൃത്തിയിൽ വരക്കുക. ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് തോന്നിയ പോലെ ഷെയ്ഡ് ചെയ്യരുത്. നിങ്ങൾ ആ ഫീസിബിൾ റീജിയൻ, നിങ്ങളുടെ റീജിയൻ മനസ്സിലാക്കിയിട്ട് ആ റീജിയൻ മാത്രം നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഒരു നീറ്റ് ഉണ്ടായിരിക്കണം ഗ്രാഫ് വരക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മാക്സിമം മിനിമം വാല്യൂ ഒക്കെ ടേബിൾ വരച്ച് കണ്ടുപിടിക്കുക. സോ ഇതാണ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഓക്കെ, അപ്പോൾ മക്കളെ ഒരു തരത്തിലും ഇതിൽ നിന്ന് മാർക്ക് നഷ്ടപ്പെടുത്തരുതേ. ഇത് ഉറപ്പാണ് 6 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും കിട്ടണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ അവർ ലാസ്റ്റ് ചാപ്റ്റർ, പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റി നമുക്കറിയാം ഒരു മീഡിയം ലെവൽ ചാപ്റ്റർ ആണ്. ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടൊന്നും അല്ല എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ മീഡിയത്തിൽ നിൽക്കുന്ന ചാപ്റ്റർ, ഈസി അല്ല ടഫും അല്ല, ഒരു ആവറേജ് ചാപ്റ്റർ ആണ് പ്രോബബിലിറ്റി. ക്വസ്റ്റ്യൻ ഒരു കുട്ടിക്ക് മനസ്സിലായാൽ ആൻസർ കിട്ടി, ഇല്ലെങ്കിൽ കിട്ടൂല. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രോബബിലിറ്റിയുടെ ഒരു കാര്യം. അപ്പം നന്നായിട്ട് വായിക്കുക. വേണമെങ്കിൽ മാത്രം അതിൻ്റെ മലയാളം ഒന്ന് വായിച്ചു നോക്കുക. വല്ലാതെ ടിസ്റ്റിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആ മലയാളത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് വായിച്ചു നോക്കുക. അപ്പം കുറച്ച് എളുപ്പം കിട്ടും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വായിച്ചാൽ മതി, അല്ലാണ്ട് മലയാളം വായിച്ചിട്ട് കൺഫ്യൂഷൻ ആവാൻ നിൽക്കണ്ട. അപ്പം വായിച്ച് നോക്കിയിട്ട് അഥവാ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദ്യം ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മലയാളം കൂടി വായിച്ചിട്ട് ചോദ്യം ക്ലിയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ടത് ആ സീഷൻ നമുക്ക് പറയാം കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഒരു ചോദ്യം. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഒരു ചോദ്യം നല്ല ചാൻസ് ഉണ്ട് ചോദിക്കാൻ. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ചോദിക്കുക. കാരണം ഇത് 4, 3 ഏത് മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ളത് കൊണ്ട് ചോദ്യം ഏത് ഭാഗത്തു നിന്നും ആണെങ്കിലും വരാം. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ചെയ്ത് പഠിക്കുക. അതിൻ്റെ ഇക്വേഷൻസ്, അതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് നമുക്ക് ഷുവർ എന്ന് തന്നെ പറയാം. അതിന് 1 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഒറ്റയ്ക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്. എനിവേ ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, 2 മാർക്കിന് ഉണ്ടാക്കാം, 3 മാർക്കിന് ഉണ്ടാക്കാം, 4 മാർക്കിന് ഉണ്ടാക്കാൻ പറ്റും. ഈ പ്രോപ്പർട്ടിയും കൂടി നോട്ട് ചെയ്ത് വെക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബബിലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇൻഡിപെൻഡൻറ്റ് ഇവൻസിൻ്റെ പ്രോപ്പർട്ടി. അതായത് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, എ കോംപ്ലിമെൻറ്റും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്കറിയാം പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. അതേപോലെ എന്താണ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പ്രോപ്പർട്ടിയുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, സോ അവസാനം നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് ബയസ് തിയറം. ഇൻഡിപെൻഡൻറ്റ് പോലെ തന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ബയസ് തിയറവും. ബയസ് തിയറത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി കഴിഞ്ഞിട്ടാണ് ബയസ് തിയറം വരുന്നത്. രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻസ് പഠിക്കുക. പല ക്വസ്റ്റ്യൻസ് നമ്മുടെ ബുക്കിലുണ്ട്. എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ട്രൂ ഓർ ഫോൾസിൻ്റെ, അതായത് ഒരാൾ ട്രൂ ഇത്ര %, അയാൾ സത്യം പറയും എന്നുള്ള ചോദ്യം, ആ ഒരു ഡോക്ടർ എന്താണ് ഒരു പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ആ ഒരു HIV ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ബോൾട്ട് മാനുഫാക്ചറിൻ്റെ ഒരു ക്വസ്റ്റ്യന്. ഓക്കെ, അതേപോലെ ബോക്സിൽ നിന്ന് ബോൾ എടുക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ 1 by 1 ആയിട്ട് ചെയ്ത് പഠിച്ചാൽ ആ ഒരു ടൈപ്പിലേ ചോദിക്കുകയുള്ളൂ ബയസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രോബബിലിറ്റിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം കഴിഞ്ഞു. ഇത്രയുമാണ് നമുക്ക് 13 ചാപ്റ്റർ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ മക്കളെ, നമ്മൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഓരോ ചാപ്റ്ററിലും പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ പഠിച്ചിരിക്കുന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ഓരോരോ ടോപ്പിക്ക് എടുക്കുമ്പോൾ ഈ സാധനങ്ങൾ ഞാൻ ക്ലിയർ ആണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞ് ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഫിസിക്സ്
എളുപ്പമായിരുന്നു. മാത്സും എന്തായിരിക്കണം, എളുപ്പമായിരിക്കണം. എങ്ങനെ ചോദിച്ചാലും ഞാൻ റെഡിയാണ് എന്നുള്ള ഒരു കോൺഫിഡൻസിൽ വേണം എക്സാമിന് പോകാൻ. സോ ഓൾ ദ ബെസ്റ്റ്. നല്ല ദിവസങ്ങൾ ഇനിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്.